ഷോണിനുള്ളതാ? ആ, പാല ഷോണിന് കൊടുത്തടങ്ങുള്ളൂ. എന്തിനാ പന്തയം? വണ്ടിക്ക് വണ്ടി, വണ്ടിക്ക് വണ്ടി, അല്ല വീടിന് വീട്, അങ്ങനെ പിടിക്കണം. എന്റെ മുഖ്യമന്ത്രിയും മോഡിക്കും ഭയങ്കര കൂട്ടുകാരാ. അതെ, എന്റെ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ഭയങ്കര കൂട്ടുകാരല്ലേ? അതെ അതെ അതെ. പിണറായി വിജയന്റെ അടുത്ത് പോയി പിടിച്ചോണ്ട് അടുത്തിരുത്താണ്ടായിരുന്നു. അടുത്തിരുത്തുകയും ചെയ്തു, സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി പറയുകയും ചെയ്തു. ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ മന്ത്രിമാരെ പറ്റി എല്ലാം നിങ്ങൾ എതിരായിട്ടാണ് സംസാരിക്കുന്നത്. നല്ല കാര്യം നിങ്ങളുടെ വായിൽ വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്കറിയാം, ഉറപ്പാണ്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ 3-ാം വട്ടം ഞങ്ങൾ ഭരിക്കും. നല്ലത് ചെയ്താ നല്ലത് പറയും, നല്ലത് ചെയ്താ നല്ലത് പറയും. മോശം കാര്യം എന്നിട്ടൊന്ന് പറയാവോ? ഇഷ്ടംപോലെ പറഞ്ഞുതരാമല്ലോ. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂടൊക്കെ ആയോ? പിന്നെ ഇലക്ഷൻ തകർന്നായിട്ട് ആര് പിടിക്കൂറി? ജോസ് കെ മാണി പിടിക്കും. ഷോൺ ജോർജ് പിടിക്കുള്ളൂ. ചേട്ടാ, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പൊളിറ്റിക്സ് ഇല്ല, ഷോണും ജോസ് കെ മാണിയും കൊണ്ടുപോകും. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടേ? ഷോണിനുള്ളതാ? ആ, പാല ഷോണിന് കൊടുത്തടങ്ങുള്ളൂ. വിരിയല്ല, ജോസ് കെ മാണി പന്തയം വെക്കാൻ വെല്ലുവിളിക്കുന്നു. വെച്ചൂടെ? വെല്ലുവിളിക്കുന്നു, പന്തയം വേ. അല്ല, ജോസ് കെ മാണിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പന്തയം വെക്കാലോ. എന്തിനാ പന്തയം? വണ്ടിക്ക് വണ്ടി, വണ്ടിക്ക് വണ്ടി, അല്ല വീടിന് വീട്, അങ്ങനെ പിടിക്കണം. ജയിക്കുന്ന നേതാക്കന്മാരൊക്കെ അങ്ങ് പോകും, നമുക്ക് വീടൊക്കെ പോകുള്ളൂ. ഷോൺ ജോർജ് കിട്ടും, ഉറപ്പാണ്. അപ്പൊ ഷോൺ ജോർജിന് വേണ്ടി വണ്ടിയും വീടും വരെ കൊടുക്കാൻ തയ്യാറാണ്. ജയിച്ചു കഴിയുമ്പോ നമുക്ക് കാണാട്ടോ. ചേട്ടാ നമസ്കാരം. ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ആര് പിടിക്കും ഇവിടെ? ആര് പിടിക്കും കുറി? പിടിക്കുന്ന 3 പേരുണ്ട് മത്സരത്തില്. എല്ലാം ഈ ജോസ് കെ മാണിയും ഷോൺ ജോർജിനെ കാണുന്നുള്ളൂ. ആണോ? നൈസായിട്ട് കാപ്പം കൊണ്ടുപോകുന്നാണ് എല്ലാരും പറയുന്നത്. മണിസി കാപ്പം കൊണ്ടുപോകുന്നാണ് പറയുന്നത്. മൊത്തത്തിൽ കൂടുതൽ ഫ്ലെക്സ് കാണുന്നത്, ഫ്ലെക്സും പ്രചരണവും എല്ലാം ഇവരുടെ ഉള്ളൂ, 2 പേരുടെ ഉള്ളൂ, ജോസ് കെ മാണിയുടെയും ഷോൺ ജോർജിന്റെയും. എന്നിട്ടും കാപ്പം കൊണ്ടുപോകുന്നാ പറയുന്നത്. കാപ്പനായിരിക്കും ചാൻസ്. അത് പലതിലെ രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്. നിശബ്ദ വോട്ടുകൾ എപ്പോഴും UDF-ന് അനുകൂലമായിട്ടാണ് എപ്പോഴും വരുന്നത്. അതല്ലേ, മൊത്തത്തിലൊരു തുടർഭരണം ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ ചിലപ്പം തുടർഭരണമായിരിക്കും. തുടർഭരണം LDF തന്നെ വരുമെന്നാ? LDF തന്നെ കാപ്പം ജയിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഓക്കെ ചേട്ടാ, വർക്കൊക്കെ നന്നായിട്ട് പോകുന്നോ? കുഴപ്പമില്ല. ശരി. അച്ഛാ നമസ്കാരം. എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ഇലക്ഷൻ ചൂടെന്ന് പറയാൻ നേതാക്കന്മാർക്ക് ചൂടുണ്ട്, നമുക്ക് ചൂടായോ? ചൂടൊന്നുമില്ല, നമുക്ക് വലിയ ചൂടൊന്നുമില്ല. എങ്ങനെയാ, ആര് പിടിക്കുറി? അത് പിടിക്കുന്നത് ഞാൻ എല്ലാം കട്ടക്കാ പിടിക്കുന്നത്. 3 പേരും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള 3 നല്ല ആൾക്കാരാണ്. അതെ, കട്ടക്കാ പിടിക്കുന്നത്. ആർക്കായിരിക്കും നല്ല വിജയസാധ്യത കൂടുതൽ? ആര് കൊണ്ടുപോകും പാല? അങ്ങനെ അത്യാവശ്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഒരു പ്രതീക്ഷ സഖാവാണ്. അതേ വരികയാണ്. അയ്യോ, വന്നു കണ്ടു. കൈ വയ്യാത്തോണ്ട് ഞങ്ങൾ ഒരു കൺസൾട്ടേഷൻ ആദ്യം ഇങ്ങോട്ട് വരാന്ന് വെച്ചു. ക്രൈം നന്ദകുമാറിന്റെ ചാനൽ. എങ്ങനെ എന്ത് പറ്റി? കഴിക്കാൻ പറ്റി? കാറ് തട്ടുക. ആണോ? ഇപ്പൊ ഫ്രാക്ചർ ഉണ്ട്. അതല്ലേ, നന്നായിരിക്കുന്നു കച്ചവടമൊക്കെ. ആര് പിടിക്കും ഇപ്രാവശ്യം പാല? ആര് പിടിക്കുന്ന വെച്ചാല് 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. അതെ, 3 പേര് സ്ട്രോങ് ആണ്. ഞാൻ BJP കാരനാണ്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ ഇപ്പം തന്നെ ഓരോ കമന്റുകൾ വരും, ഈ പറയുന്ന 3 പേരിട്ട് ആര് ജയിക്കുമെന്ന്. ഞാൻ വേണ്ട ക്രിസ്ത്യൻസിന്റെ കമന്റ് നോക്കും. പണ്ടൊക്കെയാണ് ക്രിസ്ത്യൻസിന് മുഴുവനും എതിരായിട്ടാണ്, BJPക്ക് എതിരായിട്ടാണ്. ഇതിനകത്ത് ഒരു 10 കമന്റ് ഉണ്ടല്ലോ, ഒരു 5 കമന്റും ക്രിസ്ത്യൻസിന്റെ BJPക്ക് വേണ്ടിയുള്ള കമന്റാണ്. ഒരു 2-3 ഒന്നുമില്ലാത്ത രീതിയിൽ കണ്ണണം മൊത്തം. അതെ, അപ്പൊ ഷോണിന് ഇപ്രാവശ്യം വിജയസാധ്യത കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അറിയോ, കഴിഞ്ഞ ദിവസം കാപ്പൻ ജയിച്ചല്ലേ? കാപ്പൻ എന്റെ ക്ലാസ്മേറ്റാ. കാപ്പന് കുറെ നിശബ്ദ വോട്ടുകളുണ്ട്. പിന്നെ മാനസാറിനെ പോകാനെ പറ്റി ആൾക്കാർക്ക് ക്രിസ്ത്യൻസിനെ അടക്കാനെ പോലും എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെയാണ്. എന്നാന്നറിയത്തില്ല, മാനസാറിനോട് അത്ര സ്നേഹമില്ല. മാനസാറിന് പിള്ളേർക്ക് നല്ല സ്നേഹമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്കെല്ലാം നല്ല സ്നേഹമാണ് മാനസാറിനോട്. മാനസാറിനെതിരായിട്ട് ആരും ഒന്നും സംസാരിക്കുകയും ചെയ്യാം. എന്നെ ഞാൻ മാനസാറിനെ പറ്റി കുറ്റം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അറിയോ, പുള്ളി നല്ല മനുഷ്യൻ. അത്രയും പോരാ. പാരമ്പര്യം ജോസ് കെ മാണി കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, അതാണ് വിഷയം. അതൊരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ടും അത് പ്രതികൂലമായിട്ട് ബാധിക്കും ഇവിടെ എന്തായാലും. ഇത് കാണിച്ചാല് എന്റെ കണക്കുള്ള
ഇന്ത്യ ഭരിക്കുന്ന BJP യാണ്. അതെ ഈ പ്രാവശ്യം കേരളത്തില് ഇപ്പൊ എല്ലാം ഈ കേരളം മൊത്തം ത്രികോണ മത്സരം, അതെ എല്ലായിടത്തും ടൈറ്റ് ആയിട്ടുണ്ട്. മൊത്തം ടൈറ്റ് മത്സരമാണ്. അതെ ആർക്കും കൂട്ടും പണിയാൻ പറ്റത്തില്ല. അതെ പണിതാ അവരുടെ ഇത് പണിയിടും. പണ്ടത്തെ പോലെ 2 ഗ്രൂപ്പ് മാറി ഇപ്പൊ 3 കറക്റ്റ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പണിതിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്ക് ക്ഷീണം വരും. അതെ ഉറപ്പായിട്ടും. അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെ സ്വന്തം വോട്ട് പിടിക്കണം. അതെ അന്നേരം ഷോണിന് ചാൻസ് ഉണ്ട്. ഈ 4-ാം തീയതി മോഡിച്ച് വരുന്നുണ്ട്. അതെ അതുകൊണ്ട് ഇപ്പം ക്രിസ്ത്യനൊക്കെ ഉണ്ട്. ക്രിസ്ത്യനുണ്ടല്ലോ അവർക്ക് വേണേ BJP വോട്ട് ചെയ്താൽ മതി. വേണേല് ഈ ഒന്നാം BJP-ക്കാർക്കുണ്ടല്ലോ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് പോയിട്ട് കൂടുതൽ വോട്ട് ചോദിക്കേണ്ട കാര്യം പോലെ അവർ ചെയ്യണേ. ഇഷ്ടമാണ് ചെയ്യട്ടെ, ഇഷ്ടമുണ്ടല്ലേ ചെയ്യട്ടെ. അതെ നമ്മൾക്ക് വേണ്ടിട്ട് വോട്ട് ഇറക്കാൻ നടക്കണ്ട. അവർക്ക് നമ്മളെ വേണമെങ്കിൽ നാണക്കേടാ. അതെ നമ്മളെ അവർക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് എല്ലാവരും വടക്കേന്റെ ഉത്തരിക്കല്ലെന്ന് ചോദിക്കും. അതെ മതം മാറ്റിയാൽ തല്ലു കിട്ടും. മതം മാറ്റിയാലേ ഇവിടെ ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള റോ മെറ്റീരിയൽ ഒന്നും അല്ല. ഇവിടെ ഹിന്ദുക്കളെ മതം മാറ്റാൻ റോ മെറ്റീരിയൽ ആണോ? ഒരിക്കലും അല്ല. ഇതെല്ലാം ഇത് അവിടെ വടക്കൻ നടക്കുന്ന മുഴുവൻ അതാണ് നടക്കുന്നത്. വർഗീയതയും രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഭരണാധികാരി വരട്ടെ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം തന്നെ മോഡി അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്രയും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മോഡി. അതെ അല്ലേ? ഉറപ്പായിട്ടും. ഇപ്പം അമേരിക്കൻ്റെ ഇഷ്ടമാണ്, റഷ്യൻ്റെ ഇഷ്ടമാണ്. ഇന്ത്യക്ക് രണ്ട് കണക്ക് ഒരു ശത്രു ഇന്ത്യക്കുള്ളൂ, അത് ചൈനയാണ്. ചൈനക്കിട്ട് ഇന്ത്യ കൊടുത്തിരിക്കുക എന്നെങ്കിലും അത് മസ്റ്റാർഡും കൊടുക്കും. 1962 ചൈന ഇന്ത്യ ആക്രമിച്ചത്. അത് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് കൊടുത്തിരിക്കും. ഇന്ത്യൻ എന്തായാലും താമര വിരിയട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ കേരളത്തിൽ അങ്ങനെയൊന്നും പറയാം. കേരളത്തിൽ ഇപ്പം എൻ്റെ കണക്കൂട്ടിൽ 9 സീറ്റാണ്. 9 സീറ്റ് BJP-ക്ക് കിട്ടും. കേരളത്തിൽ എൻ്റെ കണക്കൂട്ടിൽ ചിലവർ കൂടുതൽ പറയുന്നുണ്ട്, എല്ലാം ഒന്നും കിട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മുഖ്യമന്ത്രിയും മോഡിജിയും ഭയങ്കര കൂട്ടുകാരാണ്. അതെ എന്റെ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ഭയങ്കര കൂട്ടുകാരല്ലേ? ഞാൻ വന്നപ്പം കണ്ടായിരുന്നോ ഒരു മച്ചയാണ്. ഇവിടെ കേരളത്തിൽ വന്നപ്പം പിണറായി വിജയന്റെ അടുത്ത് പോയി പിടിച്ചോണ്ട് അടുത്തിരുത്താൻ കണ്ടായിരുന്നു. അടുത്തിരുത്തുകയും ചെയ്തു, സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി പറയുകയും ചെയ്തു. ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇന്ന് വരെ കണ്ടല്ലോ ഈ പിണറായി വിജയന് മോഡിജിയായിട്ട് ഒരു വാക്ക് മോശമായില്ല. പാർട്ടിയുടെ ആവശ്യം എന്തെങ്കിലും ചെറിയ മാറ്റം പറയും, ഇവിടെ കുറ്റമായിട്ട് ഉണ്ടോ? പക്ഷെ മോദിജി വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആളകത്തിരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അനങ്ങിയിട്ടില്ല മോദിജി. അപ്പൊ അവര് ദോസ്തുക്കളാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. എങ്ങനെ വേണം സംഭവിക്കാൻ അങ്ങോട്ടോ? ഞാൻ ഇന്നാട് ജയിക്കൊന്നും പറയത്തില്ല. എന്തായാലും സാധ്യത കിടക്കുന്നത് ക്രിസ്ത്യൻസിന് വോട്ട് ചെയ്താല് ഷോണിന് സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ മണി സി കാപ്പന് പോകും എന്നുള്ളത്. അല്ലെങ്കിൽ മാനസികാപ്പനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ജോസ് കെ മാണി മൊത്തത്തിൽ ഈ ഒരു പിണറായി ഭരണം ഇനി തുടർഭരണത്തിലേക്ക് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞേ ഞങ്ങള് BJP പോയാല കോൺഗ്രസ് വരരുതെന്നാ. കോൺഗ്രസ് വരരുതെന്നാണ് ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം. അന്നേരം ഞങ്ങൾ ചിലപ്പം ഇപ്പം ഞങ്ങൾ ഇപ്പം പല സീറ്റ് കിട്ടും ഓർത്തു. BJP ആർക്കും ഭരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുള്ളൂ, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുകയാണ്, BJP സപ്പോർട്ട് ചെയ്യുക, ഉറപ്പാണ് ചെയ്യുക. പറയാൻ നടന്നത് കോൺഗ്രസ് ഞങ്ങളുടെ ശത്രു കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ അങ്ങനെ വൈരാഗ്യം തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആന്റി ഹിന്ദു എലമെന്റാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്തായാലും പാലായുടെ ഒരു പൾസ് കിടക്കുന്നത് ഷോൺ ജോർജിലാണെന്നാണ് മൊത്തത്തില് കണക്കൂട്ടല്. എന്തായാലും ജോസ് കെ മണിക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഷോണിനെ വന്നപ്പം എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരാൻ മേലെ ചാൻസ് കുറവാ. വന്നേക്കാം. എന്തായാലും ഇപ്പൊ മത്സരം കടക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ്. മണി സി കാപ്പനും ഷോൺ ജോർജും ആയിരിക്കും ഉറപ്പായിട്ടും. ശരി, താങ്ക് യു. ചേട്ടാ ആര് പിടിക്കും? ജോസ് കെ മാണി പിടിക്കും. ഇവിടെ ഒരാൾ ഇപ്പൊ പറഞ്ഞോളൂ ജോസ് കെ മാണിക്ക് കിട്ടത്തില്ല. ജോസ് കെ മാണി തന്നെ പിടിക്കുള്ളൂ, ഉറപ്പാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പൊ മൊത്തത്തിൽ ഇനി തുടർഭരണം വരും എന്നാണോ പറയണേ? ഉറപ്പായിട്ടും പിണറായി തന്നെ വരും. ഇപ്പം ചേട്ടൻ പറഞ്ഞു കേട്ടോ, ആശുപത്രിയിൽ പോയിട്ട് കൈ നല്ല ആശുപത്രിയാണ്. അതേപോലെ ഓരോരുത്തരും പറഞ്ഞോണ്ടിരിക്കുന്നു. BJP-ക്കാരന്റെ കാര്യം പാലായിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും കേരളത്തിലെ ആരോഗ്യരംഗം മൊത്തത്തിൽ പറയാം. അങ്ങനെ അത്രയും നല്ലതാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ അങ്ങ് പുറത്തേക്ക് പോവോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എല്ലാരും വെളിയിലോട്ട് പോകുന്നില്ല, കാശില്ലാത്തവര് പോവില്ല. പിണറായി വിജയൻ വെളിയിലോട്ട് പോകുന്നതാണ് വിഷയം. ക്രൈം നന്ദകുമാറിന്റെ ചാനലല്ലേ? ഞങ്ങൾക്കറിയാം പിണറായി വിജയനെ കാണത്തില്ലാത്തൊരു പാർട്ടിയാണ് പുള്ളിക്കാരൻ. ഞങ്ങൾക്കറിയാം.
പിണറായി വിജയനെ കാണാണ്ടാവണേ. പിണറായി വിജയനെതിരായിട്ട് നമ്മള് എതിരായിട്ട് മാത്രമേ നിങ്ങൾ ഒന്നും പറയില്ലല്ലോ. പിണറായി വിജയനെതിരായിട്ട് മാത്രമേ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. വീണ വിജയനെ ഞങ്ങളുടെ മന്ത്രിമാരെ പറ്റി എല്ലാം നിങ്ങൾ എതിരായിട്ടാണ് സംസാരിക്കുന്നത്. നല്ല കാര്യം നിങ്ങളുടെ വായിൽ വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്കറിയാം, ഉറപ്പാ. അപ്പൊ ഭരണം ഞങ്ങൾ 3-ാം വട്ടം ഞങ്ങൾ ഭരിക്കും. നല്ലത് ചെയ്താ നല്ലത് പറയും നമ്മള്. നല്ലത് ചെയ്താ നല്ലത് പറയും. മോശം കാര്യം എന്നെ ഒന്ന് പറയാവോ? ഇഷ്ടംപോലെ പറഞ്ഞുതരാമല്ലോ. നിങ്ങൾ ഈ വഴി അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കൂടി അല്ലേ ഈ പറയുന്ന AKG സെന്റർ. AKG സെന്ററിന്റെ പേരിലാണ് എക്സാലോജിക്കിന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. തെളിവുണ്ടല്ലോ. അന്വേഷണം വന്നിട്ടുണ്ടല്ലോ. പ്രതിപട്ടികയിലുണ്ടല്ലോ പേര്. സൃഷ്ടിച്ച് നിങ്ങൾ ഈ സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു കാര്യം തെളിയിക്കാൻ പ്രതിപട്ടികയിൽ പേരുണ്ടല്ലോ. നമ്മുടെ അന്വേഷണമല്ല, കേന്ദ്ര അന്വേഷണമാണ്. കേന്ദ്ര അന്വേഷണ പട്ടികയിൽ പ്രതിയുടെ ലിസ്റ്റിൽ പേരുള്ള ആളാണ്. ED വന്നു, CBI വന്നു, ക്രൈംബ്രാഞ്ച് വന്നു, ലോകത്തുള്ള അവരൊക്കെ കറക്റ്റ് ആയിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. വീണ വിജയൻ അതിനകത്ത് പ്രതിയാണ്. കോടതി വന്നില്ല. കോടതി വരുമ്പോ മാറ്റി വെച്ചോണ്ടിരിക്കല്ലേ ഓരോ കാര്യങ്ങള്. തെളിവില്ലാതെ ആരെ പറ്റി ആരോപണം നമ്മള് തെളിവുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് പാലായില് ജോസ് കെ മാണി ജയിക്കൊണ്ട് 10,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കട്ടെ. നല്ല കാര്യം. കാരണം ഇത്തവണ BJP-ക്കാർ വോട്ട്, കഴിഞ്ഞ തവണ BJP-ക്കാർ വോട്ട് മുഴുവൻ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു. ഇത്തവണ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ 25,000 വോട്ട് കിട്ടുക BJP-ക്ക്. ഇത്തവണ കഴിഞ്ഞ തവണ നിന്നപ്പോൾ 10,000 കിട്ടിയുള്ളൂ ആ വോട്ട്. ആ 10,000 വോട്ട് കാപ്പിന് തിരിച്ചു കിട്ടി. ആ വോട്ട് ഇത്തവണ കൊടുക്കുകയല്ല. ഷോൺ ജോർജ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കുത്തും. ജോസ് കെ മാണി 10,000 വോട്ട് ഇവിടെ ജയിച്ചു. 3 പേരും നല്ല കട്ടയ്ക്ക് തന്നെ മത്സരിക്കുന്ന ആൾക്കാർ തന്നെയാ. മൊത്തം ഈ ക്രൈം നന്ദന്മാരുടെ ചാനൽ ആയതുകൊണ്ട് മൊത്തം കുറ്റം മാത്രം പറയുമെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മള് നല്ലത് കണ്ടാ നല്ലത് പറയുന്നുണ്ട്. നല്ലത് കണ്ട സമയങ്ങളിലൊക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ട് നമ്മള്. മൂന്നാമത് ഭരണം കിട്ടും. മൂന്നാമത്തെ ഭരണം കാണാം. ശരി. പാലക്കാരനാണോ? ആര് കൊണ്ടുപോകും പാല? മണി സി കാപ്പൻ. ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ എന്തായാലും മണി സി കാപ്പൻ പിടിക്കും. മൊത്തത്തിലൊരു പിണറായി ഭരണത്തിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷം? കഴിഞ്ഞ 5 വർഷം കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 5 വർഷം കുഴപ്പമില്ലായിരുന്നു. വെട്ടിക്കെട്ട് പഠനമായിരുന്നു. രണ്ടാമത്തെ ടൈം വെറുതെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. ഇനിയിപ്പോ അടുത്തത് എന്തായാലും UDF പിടിക്കും, ഭരണത്തിൽ വരും എന്നാണ്. മനുഷ്യനെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി മാറ്റി കുത്തിയേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും. അപ്പൊ പാല മണി സി കാപ്പന് തന്നെ പോകും. താങ്ക് യു ചേട്ടാ. നമസ്കാരം ചേട്ടാ. പാല ആര് പിടിക്കും ഇക്കുറി? ജോസ് കെ മാണി തന്നെ പിടിക്കും. ഉറപ്പാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ? 10 വർഷം അടിപൊളിയായിരുന്നു. പാലയുടെ വികസനങ്ങളൊക്കെ സമ്പൂർണ്ണമാണ് ഇപ്പോ. മണിസാറിന്റെ മകൻ തന്നെ വന്നു കഴിഞ്ഞാൽ വികസനങ്ങൾ കംപ്ലീറ്റ് ആവും എന്നാണ് പറയുന്നത്. മണിസാറിന്റെ അതേ പാരമ്പര്യം മകൻ കാത്തു സൂക്ഷിക്കും എന്നാണ് പറയണത്. ശരി.